എല്ലാവർക്കും നമസ്കാരം. ദേവീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടൊരു സ്റ്റൂ. വെള്ളയപ്പത്തിന്, ബ്രെഡിന് ഒക്കെ കൂട്ടി കഴിക്കും നമ്മൾ. അപ്പോൾ അതിനുള്ള ഒരു സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, സവാള. ഇത് 2 സവാളയുണ്ട്, 5 പച്ചമുളകുണ്ട്, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. പിന്നെ വേണ്ടത് ചിക്കൻ. പിന്നെ നമ്മൾ ചേർക്കാനായിട്ട് 2 കഷ്ണം കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ. ഇത്ര സാധനം ആദ്യം നമ്മൾ ചേർക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഗ്രാമ്പു, ഏലക്കായ, കറുകപ്പട്ട ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാള ഇടാം. ഇനി നമ്മളിത് സവാള അധികം വാരണ്ടാക്കാം, ചുമന്നൊന്നും വരണ്ട. ഇത്ര ആയി കഴിയുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ് ഇത് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കഴുകിയിട്ടാണ് ചിക്കൻ ഇട്ടു. കുറഞ്ഞു, അത് കാരണം ഉപ്പിട്ടു. ഇനി നമ്മൾ ഇത് വേവാനായിട്ട് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലിരുന്ന് ചിക്കനും ഈ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇതെല്ലാം വേവട്ടെ. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നല്ലോണം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഈ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കും കേട്ടോ.
ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കണ്ട, അധികം തിളച്ചാൽ പിരിഞ്ഞു പോകും. ആവശ്യത്തിന് വെള്ളമൊക്കെ ആയി. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. ഓഫ് ചെയ്യാൻ കേട്ടോ, തീ ഓഫ് ചെയ്യണു. കറിവേപ്പില ഇട്ടു. പിന്നെ അണ്ടിപ്പരിപ്പ് ആവശ്യമുള്ളവർക്ക്, കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് നമ്മുടെ ഇസ്റ്റു റെഡി. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാൻ പോണത് വെള്ളയപ്പമാണ് കേട്ടോ. അപ്പോൾ വെള്ളയപ്പമാണ് ഉണ്ടാക്കണത്. അത് ചട്ടി ചൂടായി. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി. അപ്പവും റെഡി. അത് കൂട്ടി നമുക്ക് കഴിക്കാം. നല്ലതാണ്. അപ്പോൾ ചിക്കൻ സ്റ്റൂട്ട് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും ഇതുമാതിരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നല്ലതാണ്. കഴിച്ചിട്ടുണ്ടാവും, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇത് ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും. സ്റ്റൂ ഉണ്ടാക്കാൻ വലിയ പാടുള്ള ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഒരു കുറച്ച് കഷ്ണം എടുത്ത് മാറ്റിയിട്ട് ഇതൊക്കെ കൂട്ടി ഉണ്ടാക്കാം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും നന്നായി ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.